പിങ്കുവും അവന്റെ അച്ഛൻ സുശീലും അമ്മയും കൂടെ മാർക്കറ്റിൽ പോയി വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. തിരിച്ചു വന്നപ്പോൾ കാണുന്നത് കിച്ചണിലെ മുഴുവൻ സാധനങ്ങളും അലങ്കോലമായി കിടക്കുന്നതാണ്. അവരുടെ വീട്ടിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും കളവ് പോയിരിക്കുന്നു. ഇത് കണ്ട് രണ്ടുപേരും പേടിച്ചു പോകുന്നു. അവർ ഡിറ്റക്റ്റീവ് മെഹുലിനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തുന്നു. ഇത്രയും അധികം സ്വർണം കളവ് പോയിരിക്കുന്നു ഇവിടെ നിന്ന്. സ്വർണത്തിന്റെ കാര്യം ആർക്കൊക്കെ അറിയാമായിരുന്നു? എന്റെ അയൽക്കാരായ കുറച്ച് സുഹൃത്തുക്കൾക്ക് അറിയാമായിരുന്നു സർ. മെഹുൽ ആ അയൽക്കാരെ വിളിച്ചു വരുത്തുന്നു. സുശീലിന്റെ വീട്ടിൽ കളവ് നടക്കുമ്പോൾ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? സർ, ഞാൻ എന്റെ ഫാമിലിയുടെ കൂടെ മാർക്കറ്റിൽ പോയിരിക്കുകയായിരുന്നു. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല സർ. കള്ളന്മാർക്ക് നല്ല ഇടി കൊടുക്കണം. സർ, എനിക്ക് ബോസ് ഇന്ന് ഒരു എക്സ്ട്രാ വർക്ക് തന്നിരുന്നു. ഞാൻ അത് ചെയ്യുകയായിരുന്നു. എന്റെ പാവം കൂട്ടുകാരന്റെ വീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു സർ. സർ, ഞാൻ എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. എനിക്കൊന്നും തന്നെ അറിയില്ല. എന്റെ കൂട്ടുകാരന് കൂടുതൽ ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ. മെഹുൽ 3 പേരും പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നു. മെഹുലിന് മനസ്സിലാകുന്നു ആരാണ് കളവ് നടത്തിയതെന്ന്. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? മെഹുൽ സുശീലിന്റെ കൂട്ടുകാരോട് സ്വർണമാണ് മോഷ്ടിക്കപ്പെട്ടതെന്ന് പറഞ്ഞിരുന്നില്ല, കളവ് നടന്നു എന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. പിന്നെ രമേശിന് എങ്ങനെ മനസ്സിലായി സ്വർണമാണ് കളവ് പോയിരിക്കുന്നതെന്ന്? അതായത് അയാൾ തന്നെയാണ് മോഷണം നടത്തിയത്. മെഹുൽ അയാളെ കൈയോടെ പിടികൂടുന്നു. നമുക്ക് അടുത്ത റെഡിലേക്ക് പോവാം. അനിതയും സാഗറും മെഹുലിന്റെ അടുത്തേക്ക് വരുന്നു. അവർ പറയുന്നു, ആരും എന്റെ മകൻ അനൂപിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. പൈസയും ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് 4 പേരെ സംശയമുണ്ട്. അവർക്ക് ഞങ്ങൾ പണക്കാരായിരിക്കുന്നതിൽ പ്രയാസമുണ്ട്. ആ 4 പേരുടെ വീട്ടിലേക്ക് വന്നു പോകാം. മെഹുൽ അമിത്തിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അമിത്തിന്റെ വീട് നന്നായി ഒബ്സർവ് ചെയ്യുന്നു. നിങ്ങൾ അനൂപിനെ അവസാനമായി എപ്പോഴാ കണ്ടത്? ഞാൻ അവനെ ഇന്നലെ കണ്ടത്, പാർക്കിൽ വെച്ച്. പിന്നീട് മെഹുൽ രാകേഷിന്റെ വീട്ടിലേക്ക് പോകുന്നു. രാകേഷിന്റെ വീട് നന്നായി ഒബ്സർവ് ചെയ്യുന്നു. അനൂപ് ലാസ്റ്റ് ടൈം നിങ്ങളുടെ വീട്ടിൽ എപ്പോഴാ വന്നത്? അനൂപിനെ ഞാൻ എപ്പോഴും അവന്റെ അച്ഛന്റെ കൂടെയാ കാണാറുള്ളത്. അവൻ ഇവിടെ വന്നിട്ടില്ല. അതിനുശേഷം മെഹുൽ രാജന്റെ വീട്ടിലേക്ക് പോകുന്നു. അയാളുടെ വീട് നന്നായി ഒബ്സർവ് ചെയ്യുന്നു. ഈ അനൂപ് നിങ്ങളുടെ വീട്ടിൽ ഡെയിലി വരാറുണ്ടോ? ഇല്ല, അവൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഞാൻ എന്റെ മകനെ സ്കൂളിൽ വിടാൻ പോകുമ്പോൾ മാത്രമാ അവനെ ഞാൻ കാണുന്നത്. മെഹുൽ അതിനുശേഷം അനൂപിന്റെ ലാസ്റ്റ് ലൊക്കേഷന്റെ CCTV ഫുട്ടേജസ് പരിശോധിക്കുന്നു. അതിൽ അനൂപ് ഒരു കാറിൽ കയറിയിരിക്കുന്നതായി കാണുന്നു. മെഹുലിന് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നു കിഡ്നാപ്പർ ആരാണെന്ന്. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? നന്നായി ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കൂ. ഇവിടെ അനൂപിനെ കിഡ്നാപ്പ് ചെയ്തത് രാകേഷാണ്. അയാൾ പറഞ്ഞത് അനൂപ് അയാളുടെ വീട്ടിൽ ഒരിക്കലും വന്നിട്ടില്ല എന്നാണ്. അങ്ങനെയെങ്കിൽ അനൂപിന്റെ ബാഗ് അയാളുടെ വീട്ടിൽ എങ്ങനെ എത്തി? ഈ CCTV ഫുട്ടേജിൽ ഒരു ബാഗ് കാണുന്നില്ലേ? അതേ ബാഗ് രാകേഷിന്റെ വീട്ടിലുമുണ്ട്. മെഹുൽ അയാളെ പിടികൂടുന്നു. അനൂപിനെയും അയാളുടെ വീട്ടിൽ നിന്നും കണ്ടെത്തുന്നു. ഇതുപോലുള്ള അടിപൊളി റിഡിൽസിന് വേണ്ടി പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വരൂ, നമുക്ക് അടുത്ത റിഡിലേക്ക് പോവാം. ഒരു ദിവസം വയസ്സായ ഒരു സ്ത്രീ ബാൽക്കണിയിൽ തന്റെ വസ്ത്രങ്ങൾ ഉണക്കുകയായിരുന്നു. വസ്ത്രം ഉണക്കുന്നതിനിടയിൽ അവർ താഴേക്ക് വീണു പോകുന്നു. താഴെ നിന്നിരുന്ന അവരുടെ മകൻ ഇത് മർഡർ ആണെന്ന് തെറ്റിദ്ധരിച്ച് ഡിറ്റക്റ്റീവ് മെഹുലിനെ കോൾ ചെയ്യുന്നു. മെഹുൽ വന്ന ബാൽക്കണി നന്നായി ചെക്ക് ചെയ്യുന്നു. ബാൽക്കണി ഉയരത്തിലാണ്. ഒരു വയസ്സായ സ്ത്രീക്ക് ഇത്രയും മുകളിൽ കയറുവാൻ സാധിക്കില്ല. ചെടിച്ചട്ടിയും പൊട്ടിക്കിടപ്പുണ്ട്. ബലപ്രയോഗം നടന്നിരിക്കാം. ഡിറ്റക്റ്റീവ് മെഹുൽ വൃദ്ധയുടെ മകനെയും മരുമകളെയും ചോദ്യം ചെയ്യുന്നു. ഞാൻ ഓഫീസിൽ പോകുമ്പോഴാണ് അമ്മ താഴെ വീണ് കിടക്കുന്നത് കണ്ടത്. പെട്ടെന്ന് തന്നെ നിങ്ങളെ ഫോൺ ചെയ്യുകയായിരുന്നു. ഞാൻ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ അമ്മയുടെ കരച്ചിൽ കേട്ടത്. മെഹുൽ പോയി കിച്ചൺ നന്നായി ചെക്ക് ചെയ്യുന്നു. ഒന്നുകൂടെ വീട് മുഴുവനും ഒബ്സർവ് ചെയ്യുന്നു. മെഹുലിന് കൊലപാതകം ആരാണ് നടത്തിയതെന്ന് പെട്ടെന്ന് തന്നെ പിടികിട്ടുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? സൂക്ഷിച്ചു നോക്കൂ. മെഹുൽ ഒബ്സർവ് ചെയ്ത ആദ്യത്തെ കാര്യം ഇതായിരുന്നു. അതായത് ബാൽക്കണി മുകളിലായിരുന്നു. അപ്പോൾ ബാൽക്കണിയിലേക്ക് കയറുവാൻ ഒരു സീഡിയോ ചെയറോ യൂസ് ചെയ്തിരിക്കാം. രണ്ടാമത്തെ കാര്യം, ബാൽക്കണിയിലുള്ള ചെടിച്ചട്ടി പൊട്ടിയിരിക്കുന്നു. അതിൽ മണ്ണ് തെറിച്ചിരുന്നു. അതിനർത്ഥം ആരെങ്കിലും ബാൽക്കണിയിൽ പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ കാലിൽ മണ്ണ് പറ്റിയിട്ടുണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കിച്ചണിലുള്ള ഈ ഒരു ചെയറിൽ നോക്കൂ, ഇതിൽ മണ്ണ് പറ്റിയിട്ടുണ്ട്. മരുമകളാണ് അമ്മായിയമ്മയെ തള്ളിയിട്ടിരിക്കുന്നത്. മെഹുൽ അവരെ പിടികൂടുന്നു. വരൂ, നമുക്ക് അടുത്ത റെഡിലേക്ക് പോവാം. രാജുവും വിനോദും ശരത്തും വളരെ നല്ല കൂട്ടുകാരായിരുന്നു. ഒരു തവണ അവർ 3 പേരും കൂടെ ബാങ്കിൽ പോവുകയുണ്ടായി. അന്ന് ശരത് തന്റെ ലോക്കർ തുറന്ന് അയാളുടെ ഭാര്യയുടെ ജുവലറി അതിൽ വെച്ചു. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ശരത്ത് തിരിച്ച് ചെക്ക് ചെയ്യുവാൻ വേണ്ടി പോയപ്പോൾ ജുവലറി അവിടെ നിന്നും കാണാതായിരിക്കുന്നു. ശരത് ആരാണ് കളവ് ചെയ്തതെന്ന് അറിയുവാൻ ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിച്ചു വരുത്തുന്നു. ഡിറ്റക്റ്റീവ് മെഹുൽ ശരത്തിന്റെ ചാവി വാങ്ങുന്നു. മെഹുൽ ആ കീ വാഷ് ചെയ്യും. അപ്പോൾ അതിൽ നിന്നും പത വരുവാൻ തുടങ്ങുന്നു. ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഡിറ്റക്റ്റീവ് മെഹുൽ പിന്നീട് വിനോദിനെയും രാജുവിനെയും ചോദ്യം ചെയ്യുന്നു. അപ്പോൾ രാജു പറയുന്നു, സർ, ഞാൻ ശരത്തിനോട് ബൈ പറഞ്ഞ് അപ്പോൾ തന്നെ ബാഗിൽ നിന്ന് വീട്ടിലേക്ക് പോയിരുന്നു. ആ ദിവസം ഞാൻ ഇവന്റെ പാർട്ടിക്കും ജോയിൻ ചെയ്തിരുന്നില്ല. സർ, ഞാൻ ശരത്തിന്റെ കൂടെ പോയി കടയിൽ നിന്നും വീട്ടു സാധനങ്ങൾ വാങ്ങി. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു. എന്നിട്ട് ആ രാത്രി ഞങ്ങൾ പാർട്ടിയും നടത്തി. പിന്നെ രാവിലെ ശരത്ത് അവന്റെ വീട്ടിലേക്കും പോയി. ഡിറ്റക്റ്റീവ് മെഹുലിനെ അവർ പറഞ്ഞതിൽ നിന്നും ആരാണ് കളവ് നടത്തിയതെന്ന് മനസ്സിലാകുന്നു. എന്താ അത് നിങ്ങൾക്ക് മനസ്സിലായോ? വിനോദ് ദിവസം മുഴുവനും ശരത്തിന്റെ കൂടെയായിരുന്നു. അയാൾ കടയിൽ പോയി, പിന്നെ വീട്ടിൽ വന്ന പാർട്ടി നടത്തി.
അതായത് കടയിൽ നിന്നും അയാൾ ആദ്യം സോപ്പ് വാങ്ങി, എന്നിട്ട് പാർട്ടിയുടെ സമയത്ത് തക്കം നോക്കി അയാൾ ചാവിയുടെ പ്രിന്റ് സോപ്പിലാക്കി. അതുകൊണ്ടാണ് മെഹുൽ ചാവി വാഷ് ചെയ്തപ്പോൾ അതിൽ നിന്നും പത വന്നത്. മെഹുൽ അയാളെ കൈയോടെ പിടികൂടുന്നു. വരൂ, നമുക്ക് അടുത്ത റെഡിലേക്ക് പോവാം. പ്രേം തന്റെ 2 കൂട്ടുകാരായ പൂജയുടെയും രമണിന്റെയും കൂടെ സൂരജിന്റെ വീട്ടിലേക്ക് പോകുന്നു. അവർ അവിടെ ചെല്ലുമ്പോൾ സൂരജിന്റെ ഡെഡ് ബോഡി റൂമിൽ കിടക്കുന്നതായാണ് കാണുന്നത്. അവർ പെട്ടെന്ന് ഡിറ്റക്റ്റീവ് മെഹുലിനെ അവിടേക്ക് വിളിക്കുന്നു. മെഹുൽ വരുമ്പോൾ തന്നെ അടുത്തുള്ള സാധനങ്ങൾ ശ്രദ്ധിച്ച് ഒബ്സർവ് ചെയ്യുന്നു. ശേഷം 3 പേരെയും ചോദ്യം ചെയ്യുന്നു. നിങ്ങൾ 3 പേരും സൂരജിന്റെ അടുത്തേക്ക് എവിടെ നിന്നാ വരുന്നത്? സർ, ഞാൻ നേരെ ഓഫീസിൽ നിന്നാ വരുന്നത്. ഇന്ന് സൂരജ് തന്നെയാ കാണാനുള്ള പ്ലാൻ ഉണ്ടാക്കിയതും. എന്നിട്ട് എന്നെ തന്നെ സംശയിക്കുകയാണോ? സർ, ഞാൻ 2 മണിക്ക് റെസ്റ്റോറന്റിലായിരുന്നു, ലഞ്ച് കഴിക്കായിരുന്നു. അപ്പോൾ ഞാൻ എങ്ങനെയാ സൂരജിനെ കൊല്ലുന്നത് സർ? ഞാൻ ഇന്ന് മുഴുവനും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ജോലി ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് വീട് വൃത്തിയാക്കുകയായിരുന്നു. സൂരജ് പറഞ്ഞിട്ടാ ഞാൻ വീട്ടിൽ നിന്നും ഇറങ്ങിയത്. 3 പേരും പറഞ്ഞതും തെളിവുകളും അനുസരിച്ച് മെഹുലിന് ആരാണ് കൊല നടത്തിയതെന്ന് മനസ്സിലാകുന്നു. എന്താ, നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? സൂരജിന്റെ വാച്ചിലേക്ക് സൂക്ഷിച്ചു നോക്കൂ. അത് പൊട്ടിയിരിക്കുന്നു. അത് 2 മണിയിൽ സ്റ്റക്കായിരിക്കുന്നു. അതായത് ബലപ്രയോഗം നടന്നിരിക്കും. ആ പിടിവലിയിൽ വാച്ച് പൊട്ടിയിരിക്കും. അങ്ങനെ വാച്ച് നിന്നതാവാം. ഇവിടെ വാച്ചിൽ സമയം നോക്കൂ, 2 മണിയാണ്. പൂജയും അവളുടെ സ്റ്റേറ്റ്മെന്റിൽ 2 മണി എന്ന് പറയുന്നുണ്ട്. അവൾക്ക് എങ്ങനെ അറിയാം കൊല 2 മണിക്കാണ് നടന്നതെന്ന്? അതായത് കൊലപാതകം അവൾ തന്നെയാണ് ചെയ്തത്. മെഹുൽ അവളെ പിടികൂടുന്നു. വരൂ, നമുക്ക് അടുത്ത റെഡിലേക്ക് പോവാം. രോഹിത്തും നിഷയും മെഹുലിന്റെ അടുത്ത് പോയി ഇങ്ങനെ പറയുന്നു. സർ, എന്റെ വീട്ടിൽ നിന്നും ഒരുപാട് ആഭരണങ്ങളും പൈസയും മോഷണം പോയിരിക്കുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഞങ്ങൾക്ക് 3 പേരെ സംശയമുണ്ട്. അവർക്ക് ഞങ്ങളോട് എപ്പോഴും അസൂയുണ്ട്. എന്നെ അവർ 3 പേരുടെയും വീട്ടിലേക്ക് കൊണ്ടുപോകും. മെഹുൽ അമന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് വീട് നന്നായി ഒബ്സർവ് ചെയ്യുന്നു. നിങ്ങൾ നിഷയുടെ വീട്ടിൽ ലാസ്റ്റ് ടൈം എപ്പോഴാണ് വന്നത്? ഇന്നലെ രാത്രി അവിടെ പോയിരുന്നു. ഒരു പാർട്ടി ഉണ്ടായിരുന്നു. പിന്നീട് മെഹുൽ രാഹുലിന്റെ വീട്ടിലേക്ക് പോകുന്നു. അയാളുടെ വീടും നന്നായി ഒബ്സർവ് ചെയ്തു. രാഹുൽ, നിങ്ങൾ നിഷയുടെ വീടിനടുത്ത് സംശയം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കണ്ടിരുന്നോ? ഞാൻ അവിടെ ഒരിക്കലും പോയിട്ടില്ല സർ. എനിക്ക് അവരുടെ വീട് അറിയത്ത് പോലുമില്ല. അവിടെ എന്താ നടക്കുന്നതെന്നും ഒന്നും തന്നെ അറിയില്ല. അതിനുശേഷം മെഹുൽ സഞ്ജയുടെ വീട്ടിലേക്ക് പോകുന്നു. അയാളുടെ വീട് നന്നായി ഒബ്സർവ് ചെയ്യുന്നു. സഞ്ജയ്, നിങ്ങൾ നിഷയുടെ വീട്ടിൽ എപ്പോഴും വന്നു പോകാറുണ്ടോ? അവിടെ ഞാൻ സ്ഥിരമായി പോകാറുണ്ട്. കാരണം ഞങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ. പിന്നീട് മെഹുൽ നിഷയുടെ വീടിനടുത്തുള്ള CCTV ഫൂട്ടേജസും ചെക്ക് ചെയ്യുന്നു. ഒരാൾ മോഷണം നടത്തുന്നതായി അതിൽ കാണും. ഫൂട്ടേജസ് കണ്ടപ്പോൾ ആരാണ് കള്ളൻ എന്ന മെഹുലിനെ പെട്ടെന്ന് തന്നെ പിടികിട്ടുന്നു. നിങ്ങൾക്കത് മനസ്സിലായ ലോജിക്കൽ ആർമി? ഇവിടെ രാഹുലാണ് മോഷണം നടത്തിയത്. കാരണം കള്ളൻ ഇട്ടിരിക്കുന്നത് യെല്ലോ കളറിലുള്ള ഷൂസ് ആണ്. അത് CCTV ഫുട്ടേജസിൽ ക്ലിയർ ആയി കാണുകയും ചെയ്യാം. തന്നെയുമല്ല, ഷൂസ് മുഷിഞ്ഞതുമാണ്. എക്സാക്ട്ലി സെയിം മുഷിഞ്ഞ ഷൂസ് രാഹുലിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഇതെങ്ങനെ പോസിബിൾ ആകും? അതിനർത്ഥം അയാൾ തന്നെയാണ് കള്ളൻ. മെഹുൽ അയാളെ പിടികൂടുന്നു. വരൂ, നമുക്ക് അടുത്ത റെഡിലേക്ക് പോവാം. ഒരു ദിവസം ACD ബാങ്കിൽ മോഷണം നടക്കുന്നു. ബാങ്കിന്റെ മാനേജർ ഡിറ്റക്റ്റീവ് മെഹുലിനെ കോൾ ചെയ്ത് വരുത്തുന്നു. ആ സമയം ബാങ്കിൽ 3 ജോലിക്കാരുണ്ടായിരുന്നു. 3 പേരെയും ചോദ്യം ചെയ്യുന്നു. മോഷണം നടക്കുമ്പോൾ നിങ്ങളെല്ലാം എവിടെയായിരുന്നു? സെക്യൂരിറ്റി. സർ, ഞാൻ സാബിന് വെള്ളം കൊടുക്കുകയായിരുന്നു. മാനേജർ. സർ, ഞാൻ എന്റെ ക്യാബിനിൽ ജോലി ചെയ്യുകയായിരുന്നു. അഡ്വൈസർ. ഞാൻ ലഞ്ച് കഴിക്കുകയായിരുന്നു. എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും തന്നെ അറിയില്ല. ഡിറ്റക്റ്റീവ് മെഹുൽ എല്ലാവരും പറയുന്നത് കേൾക്കുന്നു. CCTV ഫുട്ടേജസ് ചെക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാകുന്നു ആരാണ് കള്ളം പറയുന്നത്. ഇവിടെ മോഷണം നടത്തിയത് മറ്റാരുമല്ല, അത് അഡ്വൈസറാണ്. അയാൾ പറഞ്ഞത് മോഷണം നടക്കുന്ന സമയത്ത് അയാൾ ലഞ്ച് കഴിക്കുകയായിരുന്നു എന്നാണ്. രാവിലെ 10 മണിക്ക് ആരാണ് ലഞ്ച് കഴിക്കുന്നത്? CCTV ഫുട്ടേജസിലെ ടൈം ശ്രദ്ധിക്കൂ. രാവിലെ 10 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. മെഹുൽ അയാളെ കൈയോടെ പിടികൂടുന്നു. വരും, നമുക്ക് അടുത്ത റെഡിലേക്ക് പോവാം. ഒരു ദിവസം 5 കൂട്ടുകാർ രാജ്, മോഹൻ, സുമിത്, ശില്പ, സൊണാലി ഒരു ഇരുട്ടുമുറിയിൽ പ്രൊജക്ടറിൽ മൂവി കണ്ടുകൊണ്ട് എൻജോയ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു ഗ്ലാസ് താഴെ വീഴുന്ന ശബ്ദം കേൾക്കുന്നു. അവർ ലൈറ്റ് ഓൺ ചെയ്ത് നോക്കുമ്പോൾ രാജു മരിച്ചു കിടക്കുന്നു. അവർ 4 പേരും പേടിച്ചു വിറയ്ക്കുന്നു. പെട്ടെന്ന് തന്നെ അവർ ഡിറ്റക്റ്റീവ് മെഹുലിനെ കോൾ ചെയ്ത് അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. മെഹുലിനോടൊപ്പം ഡോക്ടർ സഞ്ജനയും അവിടേക്ക് വരുന്നു. ഡോക്ടർ സഞ്ജന രാജിന്റെ അടുത്തിരുന്ന ജ്യൂസ് ഗ്ലാസിൽ നിന്നും സാമ്പിൾ എടുക്കുന്നു. അത് ചെക്ക് ചെയ്യുമ്പോൾ അതിൽ വിഷത്തിന്റെ അംശമില്ല എന്ന് മനസ്സിലാക്കുന്നു. അതിനർത്ഥം വിഷം മറ്റെന്തിലോ കലർത്തിയാണ് നൽകിയിരിക്കുന്നത്. ഡോക്ടർ സഞ്ജന ടേബിളിൽ ഇത് വച്ചിരുന്ന 4 ബിയർ ഗ്ലാസിൽ നിന്നുമുള്ള സാമ്പിൾ ടെസ്റ്റ് ചെയ്യുന്നു. അതിൽ ഒരു ഗ്ലാസിൽ വിഷമുള്ളതായി അവർക്ക് മനസ്സിലാകുന്നു. അതായിരിക്കും രാജ് കുടിച്ചത്. പിന്നീട് കൊലപാതകി രാജിന്റെ കയ്യിൽ നിന്നും ആ ഗ്ലാസ് തിരിച്ചു വാങ്ങിയിരിക്കാം. അല്ലെങ്കിൽ 2 പേരും ബിയറിന്റെയും ജ്യൂസിന്റെയും ഗ്ലാസ് എക്സ്ചേഞ്ച് ചെയ്തിരിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബിയറിന്റെ ഗ്ലാസ് ആരുടെ കയ്യിലായിരുന്നുവെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഡിറ്റക്റ്റീവ് ആർമി ഈ 4 ഗ്ലാസുകൾ നോക്കിയിട്ട് നിങ്ങൾക്ക് പറയാമോ ജ്യൂസിന്റെ ഗ്ലാസ് രാജിന് ആരായിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക? ചിന്തിക്കൂ.
സൂക്ഷിച്ചു നോക്കൂ. ജ്യൂസ് ഗ്ലാസിൽ റെഡ് ലിപ്സ്റ്റിക്കിന്റെ മാർക്കുണ്ട്. സൊണാലിയുടെ ലിപ്സ്റ്റിക് റെഡാണ്. അതാണ് ജ്യൂസ് ഗ്ലാസിൽ പറ്റിയിരിക്കുന്നത്. പക്ഷേ അവൾ ബിയറും കുടിച്ചിരുന്നുവെങ്കിൽ ബിയർ ഗ്ലാസിലും ലിപ്സ്റ്റിക്കിന്റെ മാർക്ക് ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? കാരണം ഈ ബിയർ ഗ്ലാസിൽ നോക്കൂ, ശില്പയുടെ ലിപ്സ്റ്റിക്കിന്റെ മാർക്കാണ്. അതിനർത്ഥം സൊനാലി ബിയറിന്റെ ഗ്ലാസിൽ വിഷം കലർത്തിയതിനു ശേഷം ഗ്ലാസ് എക്സ്ചേഞ്ച് ചെയ്തു. രാജ് ബിയർ കുടിച്ച ശേഷം ഗ്ലാസ് തിരിച്ചും എക്സ്ചേഞ്ച് ചെയ്തു. പക്ഷേ അവൾ അബദ്ധത്തിൽ ആ ജ്യൂസ് കുടിച്ചു. അത് കാരണം അവളുടെ ലിപ്സ്റ്റിക് മാർക്ക് അതിൽ വന്നു. അതുകൊണ്ട് തന്നെ അവൾ പിടിക്കപ്പെടുകയും ചെയ്തു. മെഹുൽ അവളെ കൈയോടെ പിടികൂടുന്നു. വരൂ നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. രോഹന് ഇന്ന് വളരെ വലിയൊരു ഡീൽ ലഭിച്ചിരിക്കുന്നു. അയാളുടെ കയ്യിൽ ഒരുപാട് ക്യാഷും കിട്ടിയിരുന്നു. രോഹൻ തന്റെ ജോലി കഴിഞ്ഞ് പുറത്തേക്ക് പോകും. അയാൾ തിരിച്ചു വരുമ്പോൾ അയാളുടെ മുഴുവൻ പൈസയും കളവ് പോയിരിക്കുന്നു. രോഹൻ പെട്ടെന്ന് തന്നെ മെഹുലിനെ കോൾ ചെയ്ത് വരുത്തുന്നു. അയാളുടെ ഓഫീസിൽ 5 പേരുണ്ടായിരുന്നു. നിങ്ങൾ മുഴുവനും കളവ് നടക്കുന്ന സമയത്ത് എവിടെയായിരുന്നു? സർ, ഞാൻ കോഫി കുടിക്കുവാൻ പുറത്തു പോയിരുന്നു. സർ, ഞാൻ എന്റെ ഡെസ്കിലിരുന്ന് ജോലി ചെയ്യുകയായിരുന്നു. സർ, ഞാൻ രോഹന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. സർ, എനിക്ക് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യുകയായിരുന്നു. മെഹുൽ എല്ലാവരും പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്നു. ഓഫീസ് നന്നായി ഒബ്സർവ് ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ആരാണ് കള്ളം പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? രാജ് പറഞ്ഞത് അവൻ കോഫി കുടിക്കുവാൻ വെളിയിൽ പോയിരുന്നു എന്നാണ്. പക്ഷേ അവന്റെ ഡെസ്കിൽ നോക്കൂ, ഇപ്പോഴും കോഫി മഗ് വെച്ചിട്ടുണ്ട്. അതിൽ കോഫിയുമുണ്ട്. അപ്പോൾ അയാൾ കോഫി കുടിക്കുവാൻ പുറത്തു പോകുന്നത് എങ്ങനെയാണ്? അവൻ പിടിക്കപ്പെടുന്നു. മെഹുൽ അവനെ പിടികൂടുന്നു. വരൂ നമുക്ക് അടുത്ത റീഡിലേക്ക് പോവാം. രമൺ ഒരു ജ്വല്ലറി ഷോപ്പിലേക്ക് പോകുന്നു. അയാൾ അവിടെ ഒരു ബാഗ് കാണുന്നു. അയാൾ ബാഗിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അതിൽ ബോംബ് വെച്ചിരിക്കുന്നതായി കാണുന്നു. രമൺ പെട്ടെന്ന് തന്നെ ഡിറ്റക്റ്റീവ് മെഹുലിനെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. മെഹുൽ എല്ലാവരെയും സൈഡിലേക്ക് മാറ്റി നിർത്തുന്നു. ഓരോരുത്തരെയായി ചോദ്യം ചെയ്യുന്നു. നിങ്ങൾ കുറച്ചു മുൻപ് ഇവിടെ എന്ത് ചെയ്യുകയായിരുന്നു? ഞാൻ ഇവിടെ ചായ കൊടുക്കാനായി വന്നതാ. ഞാൻ വെറുതെ ഈ സ്വർണത്തിന്റെ വില അന്വേഷിക്കാൻ വന്നതാണ് സർ. എനിക്കൊരു റിങ് വേണമായിരുന്നു. ഞാൻ എന്റെ മകന്റെ വിവാഹത്തിന് സ്വർണം വാങ്ങാൻ വന്നതാണ് സർ. മെഹുൽ എല്ലാവരും പറഞ്ഞത് കേട്ടതിന് ശേഷം CCTV ഫൂട്ടേജസും ചെക്ക് ചെയ്യുന്നു. ഫൂട്ടേജസ് നോക്കുമ്പോൾ മെഹുലിന്റെ ആരാണ് ബോംബുള്ള ബാഗ് വച്ചതെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. നിങ്ങൾക്കത് മനസ്സിലായ ലോജിക്കൽ ആർമി? ബോംബ് വെച്ചിട്ടുള്ള ആ ബാഗ് സൂക്ഷിച്ചു നോക്കൂ. ആ ബാഗ് ജ്വല്ലറിക്കകത്ത് അജയ് ആണ് കൊണ്ടുവന്നത്. ഇപ്പോൾ അയാളുടെ കയ്യിൽ ആ ബാഗില്ല. അതിനർത്ഥം ബോംബ് അജയ് ആണ് വെച്ചത്. മെഹുൽ അയാളെ പിടികൂടുന്നു. ബോംബും ഡിഫ്യൂസ് ചെയ്യുന്നു. വരും നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ഒരു പെട്രോൾ പമ്പിൽ ഒരുപാട് പെട്രോൾ നിലത്ത് പോകുന്നു. അതിൽ തീ പിടിക്കുന്നു. തീ പതുക്കെ പതുക്കെ പടരുകയായിരുന്നു. ജസ്റ്റ് 5 മീറ്റർ ദൂരത്ത് പെട്രോളിന്റെ വലിയൊരു ഡ്രംസ് വെച്ചിട്ടുണ്ടായിരുന്നു. തീ അവിടെ വരെ എത്തിയാൽ ബ്ലാസ്റ്റ് ഉണ്ടാകുന്നതാണ്. രമേശ് വെള്ളത്തിന്റെ പൈപ്പ് എടുത്ത് വെള്ളം ഒഴിക്കുവാൻ തുടങ്ങുമ്പോഴേക്കും മാനേജർ അയാളെ തടയുന്നു. മാനേജർ രമേശിനെ എന്തിനായിരിക്കും തടഞ്ഞത്? ചിന്തിക്കൂ. വെള്ളമൊഴിക്കുമ്പോൾ പെട്രോളിന്റെ തീ അണയുകയില്ല, പക്ഷേ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഡ്രമ്മിന്റെ അടുത്തേക്ക് എത്തുന്നതാണ്. മാനേജർ പെട്ടെന്ന് തന്നെ മുന്നോട്ടേക്ക് വരുന്നു. എന്നിട്ട് കുറെ മണ്ണെടുക്കുന്നു. അതുപയോഗിച്ച് തീ അണയ്ക്കുന്നു. വരൂ നമുക്ക് അടുത്ത റീഡിലേക്ക് പോവാം. ആലിയ രാത്രിയിൽ ഒരു സ്വപ്നം കാണുന്നു. ആലിയ ഒരു തടാകത്തിനടുത്ത് നിൽക്കുകയാണ്. തടാകത്തിന്റെ ഒത്ത നടുക്ക് ഒരു മാംഗോ ട്രീ നിൽപ്പുണ്ട്. മരത്തിന് മുകളിൽ ഒരു കുട്ടി കുരങ്ങനും ഇരിപ്പുണ്ട്. ആലിയയ്ക്ക് തടാകത്തിനകത്തേക്ക് ഇറങ്ങുവാനും സാധിക്കില്ല. പക്ഷേ അവൾക്ക് മാങ്ങ വേണം. ലോജിക്കൽ ആർമി, നിങ്ങൾക്ക് പറയാമോ ആലിയ എന്ത് ചെയ്യുമെന്ന്? ചിന്തിക്കൂ. ട്രീയുടെ മുകളിലിരിക്കുന്നത് അനുകരിക്കുന്ന കുരങ്ങനാണ്. അതായത് ആലിയ എന്ത് ചെയ്താലും അത് അങ്ങനെ തന്നെ ചെയ്യും. ആലിയ താഴെ കിടക്കുന്ന കല്ലെടുക്കുന്നു. എന്നിട്ട് അതിന്റെ നേരെ എറിയുവാൻ തുടങ്ങുന്നു. ആ കുരങ്ങന്റെ അടുത്ത് കല്ലുകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അത് മാങ്ങ പറിച്ച് ആലിയുടെ നേരെ എറിയുന്നു. ഒരു മാങ്ങ വന്ന ആലിയുടെ നെറ്റിയിൽ പിടിക്കുന്നു. അങ്ങനെ ആലിയ ഉറക്കവും എഴുന്നേൽക്കുന്നു. വരൂ നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം.